CPO, വുമൺ CPO, ഫയർമാൻ, ഫയർ വുമൺ, സിവിൽ എക്സൈസ് ഓഫീസർ അങ്ങനെ നിരവധി PSC പരീക്ഷകളാണ് 2025 നടക്കാനായി പോകുന്നത്. ഈ ഒരു യൂണിഫോം ജോലി സ്വപ്നം കണ്ടുകൊണ്ട് പഠിക്കാൻ ഒരുപാട് പേര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്, ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ തരാമോ എന്നല്ലേ. അപ്പോൾ ഡെയിലി സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് യൂണിഫോം പോസ്റ്റുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ ഇവിടെ പബ്ലിഷ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് ലഭിക്കാനായിട്ട് പോകുന്നത്. അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇവിടെ നമ്മൾ ഏത് പോസ്റ്റുകളാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ CPO ഉണ്ട്, വുമൺ CPO ഉണ്ട്, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ, ഫയർ വുമൺ ഉണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാം പുതിയ സിലബസ് നിങ്ങൾക്ക് വന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ ഒരു സിലബസ് ബേസ് ചെയ്തുകൊണ്ട് ഈ പരീക്ഷകൾക്കെല്ലാം തയ്യാറെടുക്കുന്നവരായിരിക്കും. അപ്പോൾ ആ ഒരു സിലബസ് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, ഇത് എത്ര ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണെന്ന് ചോദിച്ചാൽ നമ്മളൊരു ദിവസം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു 150 ദിവസമാണ്, 150 ഡേയ്സ് ആണ്. അപ്പോൾ ഈ ഒരു ഡേയ്സ്, ഈ ഒരു സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ആ ഒരു സിലബസ് ബേസ്ഡ് ആയിട്ട് കാര്യങ്ങൾ പഠിച്ച് തീർക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ കുറേ പേര് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഉള്ള ഒരു ആവേശം അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉണ്ടാകണമെന്നില്ല. തുടക്കത്തിൽ ആവേശം, അവസാനം എത്തുമ്പോഴും ഉണ്ടാകണമെങ്കിൽ നമുക്ക് വഴികാട്ടിയായിട്ട് നമുക്ക് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാനിന്റെ പ്രത്യേകതകളിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്യുന്നതിന് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ദാ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇവിടെ ഏത് പോസ്റ്റ് ആയിക്കോട്ടെ, നമ്മളിപ്പോൾ പറഞ്ഞ പല പല പോസ്റ്റുകളുണ്ടല്ലോ, പോലീസ് ഉണ്ട്, എക്സൈസ് ഉണ്ട്, ഫയർമാൻ ഉണ്ട്. അപ്പോൾ ഈ പോസ്റ്റുകൾക്ക് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടുന്നത് ഈ 3 സബ്ജക്റ്റുകൾക്കാണ്. ഈ 3 സബ്ജക്റ്റുകളുടെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ. എന്താണ്? ഏത് പരീക്ഷ എടുത്താലും കോമൺ ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. നമുക്ക് ആ ഒരു സിലബസ് കൃത്യമായി പഠിച്ചു തീർത്താൽ നമുക്കൊരു 50% വരെ, 50% വരെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, നമ്മളെ സഹായിക്കുന്ന 3 സബ്ജക്റ്റുകളാണ് ഈ മാത്സ്, മലയാളം, ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ വേറെ പരീക്ഷകൾക്ക് ഇതേപടി പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ടാകും. എങ്കിലും പുതിയതായിട്ട് വന്നവരോട് പറയുകയാണ്, നിങ്ങൾ ഈ ഒരു ഏരിയാസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ ഓരോ ദിവസവും ബാക്കിയുള്ള ടോപ്പിക്കുകൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇത് കുറച്ച് വീതം പഠിച്ച് കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഡെയിലി സ്റ്റഡി പ്ലാനകത്ത് ഈ സബ്ജക്റ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ ഞാൻ അഡീഷണൽ ആയിട്ട് പറയുകയാണ്, ചിലവർക്ക് മാത്സ് പാടായിട്ടുള്ളവരുണ്ട്, ചിലവർക്ക് ഇംഗ്ലീഷ് പാടായിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുക, തുടക്കത്തിൽ തന്നെ ആ സബ്ജക്റ്റുകൾക്ക്, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ആ സബ്ജക്റ്റുകൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഡെയിലി ഒത്തിരി പഠിക്കണമെന്നല്ല, ബാക്കിയുള്ള ടോപ്പിക്കുകൾ ഈ സ്റ്റഡി പ്ലാനിൽ കൊടുത്തിട്ടുള്ള ബാക്കിയുള്ള ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബോർ അടിക്കുമല്ലോ, അല്ലെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കുമല്ലോ, കുറച്ച് ഫ്രീ ആയിട്ട് പിന്നീട് നോക്കാമെന്ന് പറഞ്ഞിരിക്കുമല്ലോ. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സബ്ജക്റ്റുകൾ പഠിക്കാനിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആവർത്തന വിരസത, മറ്റേത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുന്നത് പോലെ ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേതിൻ്റെ ആ ഒരു ബോറടിയും മാറും. അതിനോടൊപ്പം നമുക്ക് ഈ പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് പോകാനും സാധിക്കും. മിക്കവരും അങ്ങനെ തന്നെയാണ് പഠിക്കുന്നതെന്നറിയാം, എങ്കിലും അറിയാത്തവരൊക്കെ പറഞ്ഞു തന്നതാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, മാത്സിനും മലയാളത്തിനും ഇംഗ്ലീഷിനും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, കാരണം നിങ്ങൾക്കറിയാം സിലബസ് എടുത്ത് നോക്കിയാൽ എന്താണ്, നോക്കൂ, ലഘുഗണിതം, അതുപോലെ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും എടുത്താൽ അവിടെ നമുക്ക് 10 മാർക്കുണ്ട്. അതുപോലെ ജനറൽ ഇംഗ്ലീഷിന് 10 മാർക്കുണ്ട്. അതുപോലെ എന്താണ്, മലയാളത്തിനും 10 മാർക്കുണ്ട്. അവിടെ നമുക്കൊരു 30 മാർക്ക് അതിനകത്തുനിന്ന് നേടിയെടുക്കാൻ സാധിക്കും. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും സംശയം വരും, എന്ന് മുതൽ എന്ന് വരെ ഉള്ളതാണ് പഠിക്കേണ്ടതെന്ന്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നോക്കേണ്ടുന്നത് 2023 ജനുവരി മുതൽ 2025 പരീക്ഷ നടക്കാൻ
നടക്കാൻ പോകുന്നത്. അപ്പോൾ 2023 ജനുവരി മുതൽ ഉള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് അറിഞ്ഞു വെച്ചിരിക്കുക. ഇപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ ഒരു കറണ്ട് അഫയേഴ്സ് സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാതെ പോയവർക്ക് ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സും അന്നത്തെ കറണ്ട് അഫയേഴ്സും എല്ലാം കൂടെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, 2024 കറണ്ട് അഫയേഴ്സ് ഉണ്ടല്ലോ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, തുടക്കത്തിൽ ജനുവരി തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ് 2024 തൊട്ട് ജനുവരി ടു ഡിസംബർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, 2025 ഇപ്പൊ ജാനുവരി ആയിട്ടല്ലേ ഉള്ളൂ, അപ്പൊ ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് ഇതിനോടൊപ്പം ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് വരാനായിട്ട് ശ്രമിക്കുക. ഇതെന്തായാലും നിങ്ങൾ ഫുള്ളി പഠിച്ചിരിക്കണം. പിന്നെ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല മേഖലകളുമായി ബന്ധപ്പെട്ട സാഹിത്യം, അതുപോലെ തന്നെ സ്പോർട്സ്, അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ കറണ്ട് അഫയേഴ്സ് ഉണ്ടാവുമല്ലോ, അത് 2023 ജനുവരി ടു ഡിസംബർ ഉള്ള കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക. ബാക്കി നിങ്ങളുടെ കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം കറണ്ട് അഫയേഴ്സിന്റെ എക്സ്പേർട്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും അല്ലെ. അപ്പോൾ ആ കറണ്ട് അഫയേഴ്സ് ഇനി എവിടം വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കേണ്ടതെന്നുള്ള സംശയം നിങ്ങൾക്ക് വരും. എക്സാം എന്നാണോ അതിന് 2 മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യുക, എന്തായാലും അപ്ഡേറ്റഡ് ആയിട്ട് വെച്ചിരിക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഈ കാര്യങ്ങൾ, ഈ 4 എണ്ണം സെറ്റ് ആണെങ്കിൽ നമുക്ക് 40 മാർക്ക് നേടാൻ സാധിച്ചു. ഓക്കെ, സ്പെഷ്യൽ ടോപ്പിക്, നമുക്ക് യൂണിഫോം പോസ്റ്റുകൾക്കുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്പെഷ്യൽ ടോപ്പിക്. ഈ സ്പെഷ്യൽ ടോപ്പിക് പഠിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുന്ന ഏരിയ ആണ് ഈ 40 മാർക്കിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ 40 മാർക്ക് നിങ്ങൾ എന്തായാലും ഇതിനോടൊപ്പം പഠിച്ചു നേടുമല്ലോ. കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, ഇതില് എക്സ്പേർട്ട് ആയിരിക്കണം. ഓക്കെ, ഇത് നല്ല പക്കയായിട്ട് പഠിച്ച് തീർത്തിരിക്കണം. ഈ ഒരു സ്റ്റഡി പ്ലാൻ അവസാനിക്കുമ്പോൾ 150ാമത്തെ ദിവസം എത്തുമ്പോൾ ആ ടോപ്പിക്കുകളോടൊപ്പം തന്നെ ഈ 40 മാർക്കിനുള്ള കണ്ടന്റുകളും പഠിച്ച് തീർത്തിരിക്കണം. ഓക്കെ, എങ്കിൽ അടുത്തതൊരു കാര്യമാണ് സ്പെഷ്യൽ ടോപ്പിക്. ഓക്കെ, ഈ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. നമുക്കറിയാം സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മെയിൻ ആയിട്ടും 20 മാർക്കാണ് വരുന്നത്. ചില പോസ്റ്റുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരാം, അത് നിങ്ങൾ സിലബസ് കൃത്യമായിട്ട് പഠിക്കുക. ഇവിടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കേസിൽ കുറെ പേർക്ക് ഒരു സംശയം വരും. കുറെ പേർക്ക് എന്താണ്, പോലീസ് ആകാനുള്ള ആഗ്രഹമാണ്, CPO ആകാനുള്ള ആഗ്രഹം ഉണ്ടാകും. കുറച്ച് പേർക്ക് എക്സൈസ് ആണ്, CPO ഇച്ചിരി തലവേദനയുള്ള ജോബാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ഇഷ്ടക്കുറവ്, പോലീസിനോട് ഇഷ്ടക്കുറവുള്ളവരെന്ത് ചെയ്യും, എക്സൈസ് ആകാം, അല്ലെങ്കിൽ ഫയർഫോഴ്സിലേക്ക് ഫയർമാൻ എന്നുള്ള ആ ഒരു പോസ്റ്റും ആഗ്രഹിക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഫോക്കസ് ഓൺ യുവർ ഡ്രീം ജോബ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി ഇതിലേതാണോ ആ ജോലിയിൽ അല്ലെങ്കിൽ അതിൻ്റെ എക്സാമിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അല്ലാതെ CPOയും CEO-യും ഫയർമാനും എല്ലാം പഠിക്കാം, ഒരുമിച്ച് പഠിക്കാം എന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ അതുമില്ല ഇതുമില്ല അതുമില്ലാത്ത അവസ്ഥയായി പോകും. അങ്ങനെ ഉണ്ടാകരുത്. ഓക്കെ, നിങ്ങളിപ്പോൾ പഠിച്ച് തീർത്ത് കഴിഞ്ഞെങ്കിൽ, ഇപ്പോൾ CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ച് തീർത്തു, ഓക്കെ, സെറ്റാണ്, 20 മാർക്ക് പക്കയായി കിട്ടുമെന്ന് ഉറപ്പുള്ളവർ തീർച്ചയായും നിങ്ങൾക്ക് ഫയർമാനും ട്രൈ ചെയ്യാം. ഫയർമാന്റെ ടോപ്പിക്ക് പഠിച്ച് തീർത്തവർക്ക് തീർച്ചയായും CPOയും ട്രൈ ചെയ്യാം. കുറേ പേർക്ക് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ മിക്ക സ്റ്റുഡൻസും ചെയ്ത ഒരു അബദ്ധമാണ്, എന്താണ്, ഒരേ സമയത്തേക്ക് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് പല പല എക്സാംസ്, നമ്മുടെ മൈൻഡ് തന്നെ അങ്ങ് ഡീവിയേറ്റ് ചെയ്തു പോകും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ ഒരുപാട് പരീക്ഷകൾ ഒരുമിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും അത് പഠിക്കണോ ഇത് പഠിക്കണോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ നമ്മളെ മൈൻഡ് ഡീവിയേറ്റ് ചെയ്തു പോകും. അങ്ങനെ ഡീവിയേഷൻ ഉണ്ടാകരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് CPO ആണ് ആഗ്രഹമെങ്കിൽ CPOയുടെ സിലബസ് ഡൗൺലോഡ് ചെയ്യൂ. CPOയുടെ സിലബസ് മൊത്തത്തിൽ ഇരുന്ന് പഠിച്ച് തീർക്കൂ. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കേസാണ്, ബാക്കിയെല്ലാം എല്ലാത്തിലും ഓൾമോസ്റ്റ് സെയിം ആണ്, ബാക്കി സബ്ജക്റ്റുകളെല്ലാം സെയിം ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇനി അബദ്ധം പറ്റരുത്. ഓക്കെ, ഒന്നിൽ കോൺഫിഡന്റ് ആയിട്ട് ഉറച്ചു നിൽക്കുക. ഫയർമാൻ ആണെങ്കിൽ ഫയർമാന്റെ സിലബസ് 20 മാർക്കിനുള്ളത് അതേപടി പഠിച്ചു തീർക്കുക. CPO ആണെങ്കിൽ അതേപടി പഠിക്കുക. എക്സൈസ് ആണെങ്കിൽ അതേപടി പഠിക്കുക. ഓക്കെ, ഇനിയും ഇത് ആഗ്രഹമുള്ളവർ, ഇനിയിപ്പം കുറച്ച് പേർക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഫയർമാനും CPOയും എല്ലാം പഠിച്ചിട്ട് പോയി ഇതിന്റെ ലിസ്റ്റുകളിലെല്ലാം കിടക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെയും ആ ഒരു എബിലിറ്റിയാണ്. ബാക്കിയുള്ള സബ്ജക്റ്റുകളെല്ലാം പഠിച്ച് മുമ്പത്തെ പരീക്ഷകൾക്കൊക്കെ പഠിച്ച് തീർന്നിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അവർക്ക് എന്താണ്,
ഇതിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം ഇനി ഇരുന്ന് പഠിച്ചാൽ മതി, മറ്റേത് റിവിഷൻ എന്ന രീതിക്ക് മാത്രം പഠിച്ച് തീർത്താൽ മതിയായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരുപാട് സമയം മുന്നിലുണ്ട്. അവരെന്ത് ചെയ്യുക? ഫയർമാന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചോളൂ, CPOയുടെ പഠിച്ചോളൂ, എക്സൈസിന്റെ പഠിച്ചോളൂ, അത് ഒരു കുഴപ്പമില്ല. ഓക്കെ, പക്ഷേ അല്ലാതെ ഒന്നേന്ന് പറഞ്ഞ് പഠിക്കുന്നവർ ഈ ഒരു അബദ്ധത്തിൽ പോയി വീഴരുത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോ ആ ഒരു കാര്യം സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കേസിൽ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ 20 മാർക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാം. അതുകൊണ്ട് തന്നെ ഡെയിലി സ്റ്റഡി പ്ലാനകത്ത് സ്പെഷ്യൽ ടോപ്പിക് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ ഓരോ ടോപ്പിക്കും അതിനകത്ത് എടുത്ത് കൊടുത്തിട്ടില്ല. കാരണം ഓരോ പോസ്റ്റുകളുടെ സ്പെഷ്യൽ ടോപ്പിക് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടോപ്പിക് എന്നുള്ള ദിവസത്തിൽ നിങ്ങൾ പഠിക്കേണ്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോലി ഏതാണോ അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. നമ്മുടെ കുറച്ച് ദിവസം 150 ദിവസവും എടുത്തൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാന്റെ PDF ഉണ്ടല്ലോ, ഈ PDF നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഉണ്ടാകും. അതുപോലെ തന്നെ കമന്റ് ബോക്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അതിനകത്ത് ഈ ഒരു ഡൗൺലോഡ് ലിങ്ക് ഉണ്ടാകും. അതൊരു ഗൂഗിൾ ഫോം ആയിരിക്കും. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ടാകും. സ്റ്റഡി പ്ലാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആരും വരണ്ട കേട്ടോ. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മൾ തരേണ്ട ആവശ്യമില്ല. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റഡി പ്ലാന്റെ PDF എടുക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ ഓൾറെഡി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 10th പ്രിലിംസിന്റെ സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയി. ഒരുപാട് പേര് ഇതിപ്പോൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ കുറെ പേര് കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. അതുകൊണ്ടാണ് CPOയ്ക്കും അതുപോലെ യൂണിഫോം പോസ്റ്റുകൾക്ക് സ്റ്റഡി പ്ലാൻ വേണം എന്നുള്ള ആവശ്യം നിരന്തരമായിട്ട് മിക്ക കമന്റ് ബോക്സിലും കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഈ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ആക്കിയത്. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ച് ദിവസത്തെ എങ്ങനെയാണ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. ആദ്യം തന്നെ ഡേ 1 നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ഹിസ്റ്ററി ആണ്. ഇപ്പോ തുടക്കം എന്നുള്ള രീതിക്ക് നമുക്ക് എല്ലാം കൂടെ ബൾക്കായിട്ട് പഠിക്കരുത്. ഓക്കെ, ആദ്യത്തെ ആവേശം അവസാനം വരെ കൊണ്ടുപോകാൻ പറ്റാത്തതിന്റെ ഒരു കാരണം അതാണ്. അയ്യോ, അത് പഠിക്കണോ ഇത് പഠിക്കണോ എല്ലാം കൂടെ പഠിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അവസാനം അതും ഇല്ല ഇതും ഇല്ലാത്ത അവസ്ഥയാവും അല്ലേ? അതുകൊണ്ട് ഞാൻ തുടക്കത്തിലേ പറയുകയാണ്, എല്ലാം കൂടെ ബൾക്കായിട്ട് എടുത്ത് വെക്കരുത്. സിമ്പിളായിട്ട് റിലാക്സ് ചെയ്തിരിക്കുക, കൂൾ മൈൻഡോട് കൂടി ഇരിക്കുക. ഇന്നത്തെ ദിവസം ഞാൻ ഈ ടോപ്പിക്ക് പഠിക്കും എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ശേഷം യൂറോപ്യന്മാരുടെ വരവും യൂറോപ്യന്മാരുടെ സംഭാവനകളും എന്നുള്ള ക്ലാസ് കാണുക. അതിന്റെ നോട്ട് ഡൗൺലോഡ് ചെയ്യുക, ഷോർട്ട് നോട്ട് എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വായിച്ച് പഠിക്കുന്നവരുണ്ട്, എഴുതി പഠിക്കുന്നവരുണ്ട്. അതുപോലെ ആ ഒരു രീതി നിങ്ങളുടെ പാറ്റേൺ എന്താണോ ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യുക. ഇനി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ കളക്ട് ചെയ്യുക. നിങ്ങളുടെ റാങ്ക് ഫയലൊക്കെ നിങ്ങളൊന്ന് നോക്കുക, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ വേണം നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിച്ച് കംപ്ലീറ്റ് ആക്കാൻ. ഓക്കെ, ആദ്യമേ എല്ലാം കൂടെ എടുത്ത് ഞാൻ അതും ഇതും എല്ലാം കൂടെ പഠിക്കുമെന്ന് പറഞ്ഞ് ആരും ഇരിക്കേണ്ട. പറ്റുന്ന രീതിയിൽ പഠിക്കുക. തുടക്കത്തിൽ കുറച്ച് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും, ഫുൾ PDF ഡൗൺലോഡ് ചെയ്യുമ്പോൾ മനസ്സിലാകും. അവസാന ദിവസങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു ദിവസം തന്നെ 2-3 സബ്ജക്റ്റുകളൊക്കെ പഠിക്കും. ഓക്കെ, അതങ്ങനെ ആയി മാറും. കൃത്യമായിട്ട് പഠിച്ചു വരുന്നവർക്ക് തുടക്കത്തിൽ കുറച്ച് പഠിച്ചു വരുന്നവർക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതിന്റെ നമ്പർ കൂട്ടാൻ സാധിക്കും. അത് ആ ഒരു സ്റ്റഡി മെത്തേഡ്, അവരുടെ ആ ഒരു രീതിയുടെ ഇതാണ്. എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും എന്നുള്ള ടോപ്പിക്ക് പഠിച്ചു. അതിനുശേഷം രണ്ടാമത്തെ ദിവസത്തിലേക്ക് വരിക. ഇനിയിപ്പോ ചിലവർക്ക് ഇത് ഓൾറെഡി പഠിച്ചിട്ടിരിക്കുന്ന ടോപ്പിക് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു എക്സ്ട്രാ ടൈമിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കാം, മാത്സ് പഠിക്കാം, ഇംഗ്ലീഷ് പഠിക്കാം, മലയാളം പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ എക്സ്ട്രാ ടൈം ഇവിടെ നിങ്ങൾ ഇത് പഠിച്ച് നേരത്തെ തീർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നിങ്ങൾക്ക് പഠിച്ചു പോകാവുന്നതാണ്. ഇനി ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ പോകുമ്പോൾ തൊട്ട് തലേന്ന് പഠിച്ച അല്ലെങ്കിൽ മുമ്പ് പഠിച്ച സബ്ജക്റ്റുകൾ റിവിഷൻ ചെയ്യുക. അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. സെക്കൻഡ് ഡേ ഇംഗ്ലീഷ് ആണ് നമ്മൾ പഠിക്കുന്നത്. സെക്കൻഡ് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ടോപ്പിക് ടൈപ്സ് ഓഫ് സെന്റൻസസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ് എന്നുള്ള ആ ഒരു ടോപ്പിക് ആയിരിക്കും പഠിക്കുന്നത്. ആൻഡ് തേർഡ് ഡേ എന്താണ്? മാത്സില് ശ്രേണികൾ, സംഖ്യാശ്രേണികളും അക്ഷരശ്രേണികളും, നമ്മുടെ സീരീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടല്ലോ,
അതായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ മാത്സ് പഠിച്ചിങ്ങനെ ബോറടിച്ചിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? കറണ്ട് അഫയേഴ്സ് പഠിക്കാം. ഇപ്പം 2024 ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് ഞാൻ ഇന്നത്തെ ദിവസം സീരീസിന്റെ കൂടെ പഠിച്ചു തീർക്കും എന്ന് ദൃഢനിശ്ചയം എടുത്ത ഒരാൾക്ക് അന്ന് ആ ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ വേണം നിങ്ങൾ ആ ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, ദെൻ സ്പെഷ്യൽ ടോപ്പിക്. ഈ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ദിവസം സ്പെഷ്യൽ ടോപ്പിക്കിന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ ഒരു സിലബസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും 1-2 സ്പെഷ്യൽ ടോപ്പിക് ഒന്നും അല്ല ഉള്ളത്. അവിടെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, അത് കൃത്യമായിട്ടുള്ള ക്ലാസ്സസ് കാണുക, കൃത്യമായിട്ടുള്ള നോട്ട്സ് കളക്ട് ചെയ്യുക, പഠിക്കുക. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്പെഷ്യൽ ടോപ്പിക്കിലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ബോറടിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോകണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം നമുക്ക് കുറച്ച് ദിവസങ്ങളാണ് സ്പെഷ്യൽ ടോപ്പിക്കിന് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ആ ദിവസം സ്പെഷ്യൽ ടോപ്പിക്ക് തന്നെ പഠിക്കുക. ഒരു ടോപ്പിക്ക് പഠിച്ചു, RT ആക്ട് പഠിച്ചു, അത് എന്താണ് ബോറടിക്കുന്നുണ്ടെങ്കിൽ വേറെ IT ആക്ടിലേക്ക് പോവുക. ഓക്കെ, അങ്ങനെ അതിൽ തന്നെ ഷിഫ്റ്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ അതാണ് 4th ഡേ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുന്നു. ആൻഡ് 5th ഡേ കേരള ഹിസ്റ്ററി ആണ് പഠിക്കുന്നത്. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടായിരിക്കും പഠിക്കുന്നത്. അപ്പൊ ഇത് ഇത്രയും പഠിച്ചു, ഒരുവിധം നമ്മൾ ഈ ഏരിയാസ് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ഡേ എന്ന് പറയുന്നത് 6th ഡേ എന്താണ്? ഈ പഠിച്ചതിന്റെ ഇത്രയും റിവിഷൻ ആണ്. മനസ്സിലായോ? ഈ പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ ആയിരിക്കണം. അല്ലാതെ ഇവിടെ പഠിച്ച് തീർന്നില്ല, അയ്യോ സീരീസിൽ കുറച്ചും കൂടെ നോക്കാനുണ്ടെന്നും പറഞ്ഞ് റിവിഷൻ ഡേയിൽ ആരും ഒന്നേന്നും പറഞ്ഞിരുന്ന് പഠിക്കരുത്, ആ ദിവസം പോവും. ഓക്കെ, പഠിച്ച കാര്യങ്ങൾ നമുക്ക് വെറുതെ പഠിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് കാര്യമില്ല. സിലബസ് തീർക്കുന്നതിലല്ല കാര്യം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എക്സാം ഹാളിൽ പോയി ഇരിക്കുന്ന സമയത്ത് ഓർമ്മ വരണമെങ്കിൽ പഠിച്ച കാര്യങ്ങളിൽ റിവിഷൻ കൊണ്ടുവരണം അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യുക? റിവിഷൻ ഡേ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക, ഞാൻ അന്ന് വേറെ ഒന്നും പഠിക്കത്തില്ല, പുതിയതായിട്ടൊന്നും പഠിക്കത്തില്ല, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുകയേ ഉള്ളൂ. ആ ഒരു മൈൻഡോട് കൂടി റിവിഷൻ ഡേ നിങ്ങൾ കാണുക. ഓക്കെ അല്ലേ? അപ്പൊ ഈ ദിവസത്തോടു കൂടി ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചു തീർത്തിരിക്കണം. നെക്സ്റ്റ് സ്പെഷ്യൽ ടോപ്പിക് ആണ് 7ാമത്തെ ദിവസം. വീണ്ടും നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് പോകുന്നു. ദെൻ ഇംഗ്ലീഷിലേക്കാണ് 8ാമത്തെ ദിവസം. ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച്, മാത്സ്, അടുത്ത മാത്തമാറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട ആ പ്രോബ്ലംസ് ചെയ്യുന്നു. വേൾഡ് ജോഗ്രഫിയിൽ ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും ഭൂമിയുടെ ഘടനയും പഠിക്കും. കേരള ഹിസ്റ്ററിയിൽ മാർത്താണ്ഡവർമ്മയുടെ ആ ഒരു തിരുവിതാംകൂർ ചരിത്രം, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെയുള്ള ആ ഒരു തിരുവിതാംകൂറിന്റെ ചരിത്രം പഠിക്കും. അതാണ് ആ ഒരു ഡേയ്സിൽ നടക്കാനായിട്ട് പോകുന്നത്. ദെൻ വീണ്ടും റിവിഷൻ ആണ്. അതിനുശേഷം വേൾഡ് ജോഗ്രഫി, ദെൻ സ്പെഷ്യൽ ടോപ്പിക്, ദെൻ വേൾഡ് ജോഗ്രഫി, കേരള ഹിസ്റ്ററി, ഇംഗ്ലീഷ്. ഇതാ കണ്ടോ, ഇവിടെ വീണ്ടും ഇംഗ്ലീഷ്. ഇതെന്തായാലും ഫുൾ ഡേ കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. എഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വെർബ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നാച്ചുറൽ സയൻസ് കൂടി അതിന്റെ കൂടെ പഠിച്ചു പോകാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള സബ്ജക്ട്സ് കൂടി പതുക്കെ കൂട്ടി വരിക. ദെൻ 18ാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ എക്കണോമിക്സിൽ സാമ്പത്തിക രംഗവും പഠിക്കും. നാച്ചുറൽ സയൻസിൽ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും പഠിക്കും. ദെൻ മലയാളവും മാത്സും റിവിഷൻ ആണ് 19ാമത്തെ ദിവസം. 20ാമത്തെ ദിവസം മലയാളം മാത്സും ആയിരിക്കും പഠിക്കുന്നത്. ഇങ്ങനെ ഒരു 150 ദിവസം എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യം അറേഞ്ച് ചെയ്തുകൊണ്ടുള്ള ഫുൾ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, 150 ദിവസം കൊണ്ട് ആ സിലബസിലുള്ള ഒട്ടുമിക്ക ടോപ്പിക്സും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത ഒരാൾക്ക് കൃത്യമായിട്ടും ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് 100% ഷുവർ ആണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ മാത്രം പോരാ, എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ അതിനെ പുറത്തുനിന്ന് ചെയ്യേണ്ടുന്ന ഒരു കാര്യം റിവിഷൻ ആണ്. ഓക്കെ, റിവിഷൻ വേറെ ഒന്നുമില്ല. പഠിച്ച കാര്യങ്ങൾ പക്കയായിട്ട് നിങ്ങൾക്ക് ആൻസർ ഷീറ്റിലോട്ട് കൊടുക്കണമെങ്കിൽ റിവിഷൻ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് ഈ സ്റ്റഡി പ്ലാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്